നമസ്കാരം, എല്ലാവർക്കും PSC ടോപ്പറിലേക്ക് സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ 6ാമത്തെ ചാപ്റ്റർ ഭൂപടങ്ങൾ വായിക്കാം എന്ന് പറയുന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മളോട് PSC എപ്പോഴും ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് അടങ്ങിയിട്ടുള്ള ചാപ്റ്ററാണിത്. നമുക്കറിയാം ഭൂപടങ്ങളുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഇപ്പോൾ എപ്പോഴും PSC ചോദിക്കുന്നതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. അതുപോലെ ഇതിന് മുമ്പത്തെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് 10ാം ക്ലാസ് മുതൽ അത് 5ാം ക്ലാസ് വരെയുള്ള, അതായത് 5 മുതൽ 10 വരെയുള്ള സോഷ്യൽ സയൻസ് ക്ലാസ്സുകളെല്ലാം നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. അപ്പോൾ എക്സാമിനൊക്കെ പോകുന്നതിന് മുമ്പ് മാക്സിമം നിങ്ങൾ ഈ ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഇനി വരുന്ന എക്സാംസിന് സിലബസ് വൈസ് ക്ലാസ്സുകൾ ആവശ്യമാണെങ്കിൽ അത് അക്കാഡമി പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആണ്. അപ്പോൾ മറക്കാതെ തന്നെ നിങ്ങൾ നിഗ്ലാറ്റൺ എന്ന് പറഞ്ഞ റെഫറൽ കോഡ് യൂസ് ചെയ്തോളൂ. ഫ്രീ ലൈവ് ക്ലാസ്സുകളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഇനി നമുക്ക് അക്കാഡമിയുടെ ഫീച്ചേഴ്സ് പരിചയപ്പെടാം. ഇപ്പോഴാണെങ്കിൽ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന് വേണ്ടിയുള്ള അക്കാഡമി കോമ്പാക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഫെബ്രുവരി 20 12 PM 60 മിനിറ്റ് 50 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ മാക്സിമം എല്ലാവരും അറ്റൻഡ് ചെയ്തോളൂ. 50 ലക്കി പാർട്ടിസിപ്പൻസിന് എക്സൈറ്റിംഗ് ഗാഡ്ജറ്റ്സ് ആൻഡ് ഗിഫ്റ്റ് വൗച്ചേഴ്സ് ലഭിക്കുന്നതാണ്. അതായത് സാംസങ് മൊബൈൽ, അതുപോലെ ഹെഡ്ഫോൺസ്, ഗൂഗിൾ ഹോം മിനി, ആമസോൺ വൗച്ചേഴ്സ് ഒക്കെയാണ് നമുക്ക് സമ്മാനമായിട്ട് കിട്ടുന്നത്. അതുപോലെ ക്വസ്റ്റ്യൻസ് മലയാളത്തിലും ഇംഗ്ലീഷിലും അവൈലബിൾ ആണ്. ഇനി ബാച്ച് കോഴ്സുകളാണെങ്കിൽ ദൗത്യം 200 ദിവസത്തെ കോഴ്സാണ് ഫോർ ഡിഗ്രി ലെവൽ മെയിൻസ് എക്സാമിന് വേണ്ടിയുള്ളതാണ്. അതിൻ്റെ ബാച്ച് 1 ഫെബ്രുവരി 11 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ ദൗത്യം 150 ദിവസത്തെ കോഴ്സാണ് ഫോർ ഡിഗ്രി ലെവൽ മെയിൻസ് എക്സാമിന് വേണ്ടിയുള്ളതാണ്. ഫെബ്രുവരി 9 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഉയരെ 180 ദിവസത്തെ ബാച്ച് കോഴ്സാണ് ഫോർ KAS എക്സാമിന് വേണ്ടിയാണ്, പ്രിലിംസിനും മെയിൻസിനും വേണ്ടിയുള്ളതാണ്. അതിൻ്റെ ബാച്ച് 2 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഫെബ്രുവരി 10 സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ ആരംഭം 100 ദിവസത്തെ കംപ്ലീറ്റ് ബാച്ചാണ് ഫോർ 10th ലെവൽ പ്രിലിംസ് എക്സാം ബാച്ച് 2 ആണ്. ഫെബ്രുവരി 2 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അറിവ് 120 ദിവസത്തെ കംപ്ലീറ്റ് ബാച്ചാണ് ഓൺ SCERT ഫോർ ഓൾ കേരള PSC എക്സാംസിന് വേണ്ടിയുള്ള ബാച്ച് 2 ആണ്. ജനുവരി 19 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജേതാവ് 100 ദിവസത്തെ കംപ്ലീറ്റ് ബാച്ചാണ് ഫോർ ബിവറേജ് കോർപ്പറേഷൻ LD എക്സാമിന് വേണ്ടിയുള്ളതാണ്. അതുപോലെ 1 മാസത്തെ ദിശ കോഴ്സുകളുണ്ട്. CEO CPO എക്സാമിന് വേണ്ടിയുള്ളതാണ്. ആരംഭം 120 ദിവസത്തെ ഫൗണ്ടേഷൻ ബാച്ചാണ് 10th ലെവൽ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് എക്സാമിന് വേണ്ടിയുള്ളതാണ്. പ്രയാണം 50 ദിവസത്തെ കംപ്ലീറ്റ് കോഴ്സാണ് HSA പാർട്ട് എക്സാമിന് വേണ്ടിയുള്ളതാണ്. അതുപോലെ നമുക്ക് ടെസ്റ്റ് സീരീസ് ഒക്കെ അവൈലബിൾ ആണ്. 12th ലെവൽ പ്ലസ് ടെസ്റ്റ് ഉണ്ട്. അത് നമുക്ക് ഇനിയുള്ളത് ഫെബ്രുവരി 12, അതുപോലെ തന്നെ ഫെബ്രുവരി 22 ദിവസങ്ങളിൽ 6 PM തൊട്ട് 7:30 PM വരെയാണ്. 100 ക്വസ്റ്റ്യൻസ് 90 മിനിറ്റ് ആണ്. മാക്സിമം എല്ലാവരും അറ്റൻഡ് ചെയ്തോളൂ. അതുപോലെ ഫ്രീ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഉണ്ട്. കംപ്ലീറ്റ് SCERT ആണ്. റാങ്ക് ഫസ്റ്റുകാർക്ക് 1 വർഷത്തെ അക്കാഡമി സബ്സ്ക്രിപ്ഷനാണ്. സെക്കൻഡ് 2 മുതൽ 5 വരെ റാങ്കുകാർക്ക് 75% സ്കോളർഷിപ്പാണ്. 6 മുതൽ 10 വരെ റാങ്കുകാർക്ക് 50% സ്കോളർഷിപ്പാണ്. 100 ക്വസ്റ്റ്യൻസ് 75 മിനിറ്റിലാണ് എക്സാം. ഫെബ്രുവരി 13 8 PM തൊട്ട് 9:15 PM വരെയാണ്. അക്കാഡമി പ്ലസിൻ്റെ ഫീച്ചേഴ്സ് ആണെങ്കിൽ കംപ്ലീറ്റ് എക്സാം പ്രിപ്പറേഷൻ, റെഗുലർ ഡൗട്ട് ക്ലിയർ സെഷൻസ്, ഫ്രീ ടെസ്റ്റ് സീരീസ്, വീക്ക്ലി ഫ്രീ മോക്ക് ടെസ്റ്റ്, സിലബസിൻ്റെ ഫുൾ കവറേജ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ നമുക്ക് ഫെബ്രുവരി ബൊനാൻസയുണ്ട്. 12+2 കോംബോ ഓഫർ ഉണ്ട്. അപ്പോൾ 12 മാസത്തേക്ക് അക്കാഡമി സബ്സ്ക്രിപ്ഷൻ എടുക്കുകയാണെങ്കിൽ 2 മാസത്തേക്ക് ഫ്രീ ആണ്. ഫെബ്രുവരി 11 വരെയാണ് ഈ ഒരു ഓഫർ ഉള്ളത്. 12 മാസത്തേക്ക് നമുക്ക് 8,515 രൂപയാണ് പേയ്മെൻറ്റ് വരുന്നത്. അതുപോലെ അൺലിമിറ്റഡ് PDF നോട്ട്സ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഇതൊക്കെയാണ് അക്കാഡമിയുടെ ഫീച്ചേഴ്സ്. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. നമുക്കറിയാം എന്താണ് ഭൂപടങ്ങൾ എന്നറിയാം അല്ലേ. അപ്പോൾ ഈ ഭൂപടങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ നമുക്കറിയാം വ്യത്യസ്തങ്ങളായ വിവരങ്ങൾ വിവിധ ഭൂപടങ്ങളിലായി ചിത്രീകരിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ പ്രത്യേക വിഷയങ്ങൾ പ്രതിപാദിക്കുന്ന ഭൂപടങ്ങളെ നമ്മൾ എന്തു പറയുന്നു? അതിനെയാണ് തീമാറ്റിക് ഭൂപടങ്ങൾ എന്ന് പറയുന്നത്. അതറിഞ്ഞു വെക്കാം. എന്താണ് തീമാറ്റിക് ഭൂപടങ്ങൾ? ഒരു പ്രത്യേക തീമിനെ മാത്രം ബേസ് ചെയ്ത്, അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താണ് ഇന്ത്യയിലെ റെയിൽവേ ലൈൻസിനെ മാത്രം ബേസ് ചെയ്തിട്ടുള്ള ഭൂപടം, അല്ലെങ്കിൽ ഇന്ത്യയിലെ ഈ പറയുന്ന എയർപോർട്ടുകളെ മാത്രം ബേസ് ചെയ്തിട്ടുള്ള ഭൂപടം, അങ്ങനെ എന്തെങ്കിലും ഒരു പ്രത്യേക തീമിനെ അടിസ്ഥാനമാക്കിയുള്ള ഭൂപടമാണെങ്കിൽ നമുക്കതിനെ തീമാറ്റിക് ഭൂപടങ്ങൾ എന്ന് പറയാം. അപ്പോൾ അതൊന്ന് അറിഞ്ഞു വയ്ക്കുക. അതായത് പ്രത്യേക വിഷയങ്ങൾ പ്രതിപാദിക്കുന്ന ഭൂപടങ്ങളാണ് തീമാറ്റിക് ഭൂപടങ്ങൾ. അതുപോലെ ഈ ഭൂപടത്തെ നമുക്ക് പല രീതിയിൽ വർഗീകരണം നടത്താം അല്ലേ. അപ്പോൾ അങ്ങനെ പൊതുവായിട്ട് നമ്മൾ 2ആയിട്ട് തിരിക്കാറുണ്ട്. ഫിസിക്കൽ മാപ്സ് ആൻഡ് കൾച്ചറൽ മാപ്സ്, അതായത് ഭൗതിക ഭൂപടങ്ങളെന്നും സാംസ്കാരിക ഭൂപടങ്ങളെന്നും. എന്താണ് ഭൗതിക ഭൂപടങ്ങൾ? പ്രകൃതിദത്തമായ സവിശേഷതകൾ ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളെ നമ്മൾ ഭൗതിക ഭൂപടങ്ങൾ എന്ന് പറയുന്നു. എക്സാമ്പിൾ ആണെങ്കിൽ നമ്മുടെ ഭൂപ്രകൃതി, കാലാവസ്ഥ, അങ്ങനെ പ്രകൃതിദത്തമായ കാര്യങ്ങൾ മാത്രം കാണിക്കുന്നതാണ് ഫിസിക്കൽ മാപ്സ് അഥവാ ഭൗതിക ഭൂപടങ്ങൾ എന്നറിയപ്പെടുന്നത്. ഇനി മനുഷ്യനിർമ്മിതമായ സവിശേഷതകൾ, അത് കൃഷി ആയിക്കോട്ടെ, വ്യവസായം, രാഷ്ട്രീയ അതിർത്തികൾ, അത് നമുക്കറിയാലോ. അങ്ങനെ മനുഷ്യനിർമ്മിതമായിട്ടുള്ള കാര്യങ്ങൾ ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളെ നമ്മൾ സാംസ്കാരിക ഭൂപടങ്ങൾ എന്ന് പറയുന്നു. അതാണ് കൾച്ചറൽ മാപ്സ്.
ഓക്കെ, എന്താണ് ഫിസിക്കൽ മാപ്സ്, എന്താണ് കൾച്ചറൽ മാപ്സ്? ഫിസിക്കൽ മാപ്സ് അഥവാ ഭൗതിക ഭൂപടങ്ങളാണെങ്കിൽ അത് പ്രകൃതിദത്തമായ സവിശേഷതകളെ മാത്രമാണ് കാണിക്കുന്നത്. സാംസ്കാരിക ഭൂപടങ്ങൾ അഥവാ കൾച്ചറൽ മാപ്സ് ആണെങ്കിൽ അത് ഈ പറയുന്ന മനുഷ്യനിർമ്മിതമായിട്ടുള്ള കാര്യങ്ങളെ മാത്രമാണ് കാണിക്കുന്നത്. അതൊന്ന് ഓർത്തു വയ്ക്കാം. അതുപോലെ തന്നെ തോതിൻ്റെ അടിസ്ഥാനത്തിൽ ഭൂപടങ്ങളെ നമുക്ക് തരംതിരിക്കാം. അതായത് ചെറിയ തോത് ഭൂപടങ്ങൾ, വലിയ തോത് ഭൂപടങ്ങൾ അല്ലേ, അതായത് സ്മോൾ സ്കെയിൽ മാപ്സ് ആൻഡ് ലാർജ് സ്കെയിൽ മാപ്സ്. അപ്പോൾ സ്മോൾ സ്കെയിൽ മാപ്സിനുള്ള എക്സാമ്പിളാണ് അത്ലറ്റ്സ് ഭൂപടം, അതുപോലെ തന്നെ ചുമർ ഭൂപടങ്ങൾ, വാൾ മാപ്സ് അല്ലേ, സ്മോൾ സ്കെയിൽ മാപ്സ് ആണ്. അതുപോലെ വലിയ തോത് ഭൂപടങ്ങളാണെങ്കിൽ കഡസ്ട്രൽ മാപ്സ്, അതുപോലെ ധരാതലീയ ഭൂപടങ്ങളൊക്കെ വലിയ തോത് മാപ്സ് ആണ്. ഓക്കെ, വലിയ തോത് ഭൂപടങ്ങളാണ്, ലാർജ് സ്കെയിൽ മാപ്സ് ആണ്. അതായത് അവിടെ കാണാൻ പറ്റും. നമുക്കറിയാം അറ്റ്ലസ് ഭൂപടമാണെങ്കിൽ അവിടെ ചെറിയ സ്ഥലങ്ങൾ നമുക്ക് എന്തെങ്കിലും കാണാൻ പറ്റുമോ? ഇല്ല. ചുമർ ഭൂപടങ്ങൾ, വാൾ മാപ്സ് ആണെങ്കിൽ ഇന്ത്യയുടെയൊക്കെ മാപ്പ് അല്ലേ, അത് ചെറിയൊരു സൈസിലുള്ള മാപ്പായിരിക്കും, എന്നാൽ അതിൽ കൂടുതൽ കണ്ടൻറ്റ് ഉണ്ടാവും. അതിന് ചെറിയ തോത് അവിടെ യൂസ് ചെയ്തേക്കുന്നത് ചെറുതായിട്ടാണ് അല്ലേ, അതുകൊണ്ട് നമുക്ക് അങ്ങനെ എല്ലാ സ്ഥലങ്ങളൊന്നും കാണാൻ പറ്റില്ല. പ്രധാനപ്പെട്ട കുറച്ച് സ്ഥലങ്ങളൊക്കെ ആയിരിക്കും അതിൽ മാർക്ക് ചെയ്തേക്കുന്നത് അല്ലേ. എന്നാൽ വലിയ തോത് ഭൂപടമാണെങ്കിൽ കഡസ്ട്രൽ ഭൂപടം. എന്താണ് ഈ കഡസ്ട്രൽ ഭൂപടം? നമ്മൾ ഈ പറയുന്ന വില്ലേജിൽ നിന്നൊക്കെ നമ്മുടെ അതിർത്തി, നമ്മുടെ സ്ഥലങ്ങളുടെ, നമ്മുടെ കൈവശമുള്ള സ്ഥലങ്ങളുടെയൊക്കെ അതിർത്തി കാണിക്കുന്ന ഒരു ഭൂപടമുണ്ട് നമുക്ക് ലഭിക്കുന്നത്. അതാണ് കഡസ്ട്രൽ ഭൂപടം. അതായത് അത്രയും കുറച്ച് ഏരിയ ആയിരിക്കും അത് കാണിക്കുന്നത്, കുറച്ച് സെൻറ്റുകളോ അല്ലെങ്കിൽ ഏക്കറുകളോ മാത്രം കാണിക്കുന്ന വലിയ തോത് ഭൂപടങ്ങൾ. അതുപോലെ ധരാതലീയ ഭൂപടങ്ങൾ, അതൊക്കെ വലിയ തോത് ഭൂപടങ്ങളാണ്. അതാണ് ടോപ്പോഗ്രാഫിക്കൽ മാപ്പ് എന്നറിയപ്പെടുന്ന ധരാതലീയ ഭൂപടമാണ്. അതൊന്ന് അറിഞ്ഞു വയ്ക്കുക. അടുത്തത് നമുക്കറിയാം ഭൂപടത്തിൻ്റെ കാര്യമാണെങ്കിൽ നമ്മൾ ചെറിയ തോത് ഭൂപടം പറഞ്ഞല്ലേ, വലിയ ഭൂപ്രദേശങ്ങളിലെ പ്രധാന വിവരങ്ങൾ മാത്രം ഉൾപ്പെടുത്തി തയ്യാറാക്കുന്ന ഭൂപടങ്ങളാണ് ചെറിയ തോത് ഭൂപടങ്ങൾ. അതായത് വലിയ പ്രദേശങ്ങളിലെ പ്രധാന കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തി, അതായത് നമ്മുടെ ഒരു വാൾ മാപ്പ് ആണെങ്കിൽ ഇന്ത്യൻ സ്റ്റേറ്റ്സ് ഉണ്ടാവും, ക്യാപിറ്റൽ ഉണ്ടാവും, പിന്നെ പ്രധാനപ്പെട്ട അവിടുത്തെ സിറ്റികൾ ഉണ്ടാവും അല്ലേ, അതാണ് ചെറിയ തോത് ഭൂപടങ്ങൾ. എന്നാൽ താരതമ്യേന ചെറിയ ഭൂപ്രദേശം, അതായത് വില്ലേജോ വാർഡോ, അതിനെയൊക്കെ ഭൂപടത്തിൽ ചിത്രീകരിച്ചാൽ അതിൽ ഒട്ടേറെ വിവരങ്ങൾ ഉൾപ്പെടുത്താൻ പറ്റും അല്ലേ. അങ്ങനെയുള്ള ഭൂപടങ്ങളെയാണ് നമ്മൾ വലിയ തോത് ഭൂപടങ്ങൾ എന്ന് പറയുന്നത്. അതാണ് വലിയ തോത് ഭൂപടങ്ങൾ, അറിഞ്ഞു വയ്ക്കുക. അതുപോലെ കഡസ്ട്രൽ ഭൂപടം എന്താണ് നമ്മൾ പറഞ്ഞു? പ്രാദേശിക ഭൂസ്വത്തിൻ്റെ പുസ്തകം എന്നർത്ഥമുള്ള കഡസ്റ്റർ എന്ന് പറയുന്ന ഫ്രഞ്ച് പദത്തിൽ നിന്നാണ് ഈ കഡസ്ട്രൽ എന്ന് പറയുന്ന പദം രൂപം കൊള്ളുന്നത്. അതിൽ കൂടുതലും പാടങ്ങൾ, കെട്ടിടങ്ങൾ തുടങ്ങിയ ഭൂസ്വത്തുക്കളുടെ അതിരുകൾ, ഉടമസ്ഥാവകാശം എന്നിവ രേഖപ്പെടുത്തി സൂക്ഷിക്കുന്നതിനാണ് ഈ കഡസ്ട്രൽ ഭൂപടം യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവ ഗ്രാമ ഭൂപടങ്ങളൊക്കെ ഇതിനുള്ള എക്സാമ്പിളാണ്. കൂടുതലും ഭൂനികുതി കണക്കാക്കാൻ, ഉടമസ്ഥാവകാശം സൂചിപ്പിക്കാനൊക്കെയാണ് കഡസ്ട്രൽ ഭൂപടം യൂസ് ചെയ്യുന്നത്. വില്ലേജ് മാപ്സ്, ഗ്രാമ ഭൂപടങ്ങൾ ഇതിന് എക്സാമ്പിളാണ്. അപ്പോൾ കഡസ്ട്രൽ ഭൂപടം എന്ന് വെച്ചാൽ പ്രാദേശിക ഭൂസ്വത്തിൻ്റെ പുസ്തകം എന്ന് പറയുന്ന കഡസ്റ്റർ എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് കഡസ്ട്രൽ എന്ന് പറയുന്ന ഒരു പദം വരുന്നത്. കൂടുതലും നമ്മുടെ സ്വത്തിൻ്റെ അതിർത്തി, അതുപോലെ തന്നെ ഉടമസ്ഥാവകാശം അതൊക്കെ കാണിക്കാനും പിന്നെ ഭൂനികുതി കണക്കാക്കാനും ഒക്കെയാണ് ഈ കഡസ്ട്രൽ ഭൂപടങ്ങൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ ധരാതലീയ ഭൂപടം അഥവാ ടോപ്പോഗ്രാഫിക്കൽ മാപ്സ് എന്താണ്? അതും ഈ പറയുന്ന സമഗ്രമായ ഭൂസർവേയുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്നതാണ്. അതിലെന്താണെന്ന് വെച്ചാൽ പ്രകൃതി നിർമ്മിതവും മനുഷ്യനിർമ്മിതവുമായിട്ടുള്ള, പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായിട്ടുള്ള എല്ലാ സവിശേഷതകളും കാണിക്കുന്നതാണ് ധരാതലീയ ഭൂപടങ്ങൾ. അതായത് അതെന്ന് വെച്ചാൽ വളരെ വിശദമായിട്ട് ചിത്രീകരിക്കുന്നു എന്ന് തന്നെ പറയാം. അതായത് ഒരു ഭൂപ്രദേശങ്ങളുടെ ഉയരം, ഭൂപ്രകൃതി, നദികൾ, വനങ്ങൾ, കൃഷിയിടങ്ങൾ, പട്ടണങ്ങൾ, ഗതാഗത വാർത്താവിനിമയ മാർഗങ്ങൾ, ജനവാസ കേന്ദ്രങ്ങൾ തുടങ്ങിയവയെക്കുറിച്ചുള്ള സൂക്ഷ്മമായ വിവരങ്ങൾ വരുന്ന ധരാതലീയ ഭൂപടങ്ങളിലാണ്. അതായത് നമ്മൾ പറയുകയാണെങ്കിൽ ഭൂപ്രകൃതി, നദികൾ, വനങ്ങൾ ഇതെല്ലാം പ്രകൃതിദത്തമാണ്. അതുപോലെ മനുഷ്യനിർമ്മിതമാണ് ഈ പറയുന്ന കൃഷിയിടങ്ങൾ, പട്ടണങ്ങൾ, ഗതാഗത വാർത്താവിനിമയ മാർഗങ്ങൾ, ജനവാസ കേന്ദ്രങ്ങൾ. അങ്ങനെ ഈ പറയുന്ന പ്രകൃതിദത്തം, മനുഷ്യനിർമ്മിതം, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുന്ന ഭൂപടങ്ങളെയാണ് ധരാതലീയ ഭൂപടങ്ങൾ അഥവാ ടോപ്പോഗ്രാഫിക്കൽ മാപ്സ് എന്ന് പറയുന്നത്. ഓർത്തുവയ്ക്കുക. അതും സമഗ്രമായ ഭൂസർവേയുടെ അടിസ്ഥാനത്തിലാണ് നിർമ്മിക്കുന്നത്. ഇനി ഭൂപടങ്ങളിലെ തോത് നമുക്ക് നോക്കാം. മാപ്പിലെ സ്കെയിൽ. അപ്പോൾ പല രീതിയിൽ ഈ പറയുന്ന തോത് നമുക്കുണ്ട്. പ്രസ്താവന രീതി, ഭിന്നക രീതി, രേഖാരീതി, അങ്ങനെ 3 രീതികളിലാണ് ഭൂപടങ്ങളിൽ തോത് രേഖപ്പെടുത്തുന്നത്. പ്രസ്താവന രീതിയുണ്ട്, ഭിന്നക രീതിയുണ്ട്, രേഖാരീതിയുണ്ട്. എന്താണ് പ്രസ്താവന രീതി അഥവാ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് സ്കെയിൽ? നമ്മൾ സാധാരണ എല്ലാ മാപ്പുകളും കാണുന്നതാണ് പ്രസ്താവന രീതി. അതായത് 1 സെൻറ്റിമീറ്ററിന് 5 കിലോമീറ്റർ ഒക്കെ ഇങ്ങനെയൊക്കെ കാണിക്കും. 1 സെൻറ്റിമീറ്റർ ഈസിക്കൽ ടു 5 കിലോമീറ്റർ അങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു മാപ്പിൽ 1 സെൻറ്റിമീറ്റർ എന്ന് മീൻ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ 5 കിലോമീറ്ററാണ്. അതാണ് പ്രസ്താവന രീതി. അതായത് ഭൂപടത്തിലെ ഓരോ സെൻറ്റിമീറ്ററും ഭൂമിയിലെ 5 കിലോമീറ്റർ ആണെന്നാണ് കാണിക്കുന്നത്. ഇത് വളരെ സാധാരണക്കാർക്ക് പോലും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നതാണ് പ്രസ്താവന രീതി. അതാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് സ്കെയിലിൻ്റെ പ്രത്യേകത. അടുത്ത ഭിന്നക രീതി അഥവാ റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ ആണെങ്കിൽ
അതാണെങ്കിൽ എന്താണ് നമുക്ക് കൂടുതലും എന്തുകൊണ്ടാണ് ഈ ഭിന്നക രീതിയിലേക്ക് പോകുന്നത് എന്ന് ചോദിച്ചാൽ പല രാജ്യങ്ങളിലും പല യൂണിറ്റുകളാണല്ലേ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇന്ത്യയിൽ നമ്മൾ സെൻറ്റിമീറ്റർ, മീറ്റർ, കിലോമീറ്റർ തുടങ്ങിയ യൂണിറ്റുകളാണ് ദൂരം അളക്കാൻ ഉപയോഗിക്കുന്നത്. എന്നാൽ യൂറോപ്യൻ രാജ്യങ്ങളാണെങ്കിൽ അവിടെ ഇഞ്ച്, മൈല്, ഫർലോങ് തുടങ്ങിയ യൂണിറ്റുകളാണ് പ്രചാരത്തിലുള്ളത്. അപ്പോൾ ഇന്ത്യയിലെ ഈ ഒരു യൂണിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ നിർമ്മിച്ച തോത് മറ്റ് രാജ്യക്കാർക്ക് വിശകലനം ചെയ്യണമെങ്കിൽ അത് കുറച്ച് ബുദ്ധിമുട്ടാണല്ലേ. അതുകൊണ്ട് തന്നെ ഈ പ്രസ്താവന രീതിക്ക് പകരം അവിടെ ഒരു റേഷ്യോ ആയിട്ടുള്ള രീതി, ഭിന്നക രീതി, റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷനായിട്ട് കൊടുക്കുന്നു. അതായത് 1:5 lakh എന്ന ഭിന്നക രീതിയിൽ കൊടുക്കണം. അതായത് 1 സെൻറ്റിമീറ്ററിനെ 5 കിലോമീറ്റർ എന്ന് കാണിക്കുന്നതിന് പകരം 1:5 lakh എന്ന ഭിന്നക രീതിയിൽ കൊടുക്കുകയാണ്. അപ്പോൾ അതിനെയാണ് നമ്മൾ റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻസ് എന്ന് പറയുന്നത്. അത് കൂടുതലും പല രാജ്യങ്ങളിൽ പല യൂണിറ്റുകൾ ഈ നീളത്തിന് യൂസ് ചെയ്യുന്നത് ആ ഒരു പോരായ്മ പരിഹരിക്കാൻ വേണ്ടിയാണ് ഭിന്നക രീതി അഥവാ റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻസ് യൂസ് ചെയ്യുന്നത്. അവിടെ ഒരു ഫ്രാക്ഷനായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, കാരണം നമ്മൾ പറഞ്ഞല്ലോ ബ്രിട്ടീഷുകാരൊക്കെ ദൂരം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഇഞ്ച്, ഫർലോങ്, മൈല് എന്നിവയാണ്. ബ്രിട്ടീഷ് സിസ്റ്റം എന്നാണ് ഇത് അറിയപ്പെടുന്നത് കേട്ടോ. ഇഞ്ച്, അതുപോലെ തന്നെ ഫർലോങ്, അതുപോലെ മൈല്, അത് ബ്രിട്ടീഷ് സിസ്റ്റം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇന്ത്യയിലും നേരത്തെ ബ്രിട്ടീഷുകാർ ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇന്ത്യയിലും ഉപയോഗിച്ചിരുന്നത് ഈ ഒരു ടൈപ്പ് യൂണിറ്റാണ്. ഓക്കെ, കാരണം വിദ്യാഭ്യാസം നേടിയ തലമുറയൊക്കെ ഈ യൂണിറ്റാണ് പഠിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇവിടെ നമ്മളെ ബ്രിട്ടീഷുകാർ ഇവിടെ വിട്ടതോടുകൂടിയാണ് നമ്മൾ മെട്രിക് സിസ്റ്റം യൂണിറ്റുകൾ ഇവിടെ യൂസ് ചെയ്യാൻ തുടങ്ങിയത്. അത് പ്രകാരമാണ് സെൻറ്റിമീറ്റർ, മീറ്റർ, കിലോമീറ്റർ എന്നിങ്ങനെ ദൂരം അളക്കുന്ന യൂണിറ്റുകൾ നമ്മൾ കൺസിഡർ ചെയ്യാൻ തുടങ്ങിയത്. നമ്മളിവിടെ മെട്രിക് സിസ്റ്റം യൂസ് ചെയ്യാൻ തുടങ്ങി, അതുപോലെ SI സിസ്റ്റം ഒക്കെ ഫോളോ ചെയ്യാൻ തുടങ്ങി അല്ലേ. അങ്ങനെ സെൻറ്റിമീറ്റർ, മീറ്റർ, കിലോമീറ്റർ ഇങ്ങനെ ദൂരം അളക്കുന്ന യൂണിറ്റുകൾ വന്നു. അതൊന്ന് അറിഞ്ഞു വയ്ക്കാം. അതുപോലെ രേഖാരീതി അഥവാ ലീനിയർ സ്കെയിലാണെങ്കിൽ നമുക്കറിയാം ഭൂപടങ്ങൾ വലുതാക്കുകയോ ചെറുതാക്കുകയോ ചെയ്യുമ്പോൾ അത് രേഖാരീതിയിൽ കാണിച്ചിട്ടുള്ള തോതും ആനുപാതികമായി മാറുന്നു. ആ ഒരു രീതിയാണ് രേഖാരീതി. അതാണ് ഈ ഒരു രീതിയുടെ സവിശേഷത. അപ്പോൾ ഭൂപടങ്ങൾ വലുതാക്കുന്നു അല്ലെങ്കിൽ ചെറുതാക്കുമ്പോൾ ഈ രേഖാരീതിയിൽ കാണിച്ചിട്ടുള്ള തോതും ആനുപാതികമായിട്ട് മാറുന്നു. അതാണ് രേഖാരീതിയുടെ പ്രത്യേകത. അതൊന്ന് അറിഞ്ഞു വയ്ക്കാം. അതുപോലെ ഇന്ത്യയിൽ ഇന്ത്യ അളന്ന സർവേ എന്താണെന്ന് നോക്കാം. അതായത് പഴയ കാലത്തെ ഓരോ ഭൂപട നിർമ്മാണത്തിനും കുറേയധികം അധ്വാനം വേണ്ടി വന്നിട്ടുണ്ട് അല്ലേ. അതായത് ആദ്യമായിട്ട് ഇന്ത്യയുടെ ആ ഒരു സർവേ തെക്കേ അറ്റത്ത് നിന്ന് ആരംഭിച്ചത് വില്യം ലാംപ്ടൺ ആണ്. 1800-കളിലാണ് കേട്ടോ. അതിനുശേഷം അദ്ദേഹത്തിന് ഈ ഒരു പ്രവർത്തനം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. പിന്നീട് അദ്ദേഹത്തിന് പിൻഗാമിയായി ജോർജ് എവറസ്റ്റ് 50 വർഷം കൂടെ കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു സർവേ കംപ്ലീറ്റ് ചെയ്യുന്നത്. ആ ഒരു സമയത്തെന്ന് വെച്ചാൽ തിയോഡലൈറ്റ് എന്ന് പറയുന്ന ഉപകരണമാണ് ഈ പറയുന്ന അളക്കാൻ വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അത് ഏകദേശം 500 കിലോഗ്രാമിനധികം ഭാരമുള്ളതായിരുന്നു. അതൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഈ പറയുന്ന എവറസ്റ്റ് കൊടുമുടിയുടെ പോലും ഉയരം കണക്കാക്കുന്നത്. എത്ര കഷ്ടപ്പെട്ടിട്ടാണെന്ന് ഓർക്കണം. അതുപോലെ തന്നെ പ്രതികൂല സാഹചര്യങ്ങളാണ് മൂലമാണ് ആ ഒരു കാലത്ത് സർവേ ഇങ്ങനെ 50 വർഷത്തോളം നീണ്ടുപോയത് അല്ലേ. കുറേ അധികം ആൾക്കാർ ഈ പറയുന്ന ജോലി ഭാരം കൊണ്ടും മലമ്പനി മൂലവും വെള്ളപ്പൊക്കം മൂലമൊക്കെ മരണമടയാണ്. അങ്ങനെ അവസാനം ഈ പറയുന്ന 50 വർഷം കൊണ്ടാണ് ഈ പറയുന്ന ഇന്ത്യയുടെ ഒരു അളവെടുക്കുന്നത് അല്ലെങ്കിൽ സർവേ നടക്കുന്നത്. അതൊന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ ഭൂപട നിർമ്മാണം ദൗത്യമാണ് ലോകത്തിലെ എക്കാലത്തെയും വലിയ ഭൂപട നിർമ്മാണ പ്രവർത്തനമായിട്ട് ഇന്നും കണക്കാക്കുന്നത്. അപ്പോൾ ഇന്ത്യയുടെ ആ ഒരു അളക്കൽ, ഇന്ത്യയുടെ സർവേയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഭൂപട നിർമ്മാണം എന്ന് ഇപ്പോഴും കണക്കാക്കുന്നത്. ഓർത്ത് വയ്ക്കുക. അപ്പോൾ ആരംഭിക്കുന്ന വില്യം ലാംപ്ടൺ ആണ്. 1800-കളിലാണ്. അതിനുശേഷം 50 വർഷത്തിന് ശേഷമാണ് ജോർജ് എവറസ്റ്റ് പൂർത്തിയാക്കുന്നത്. തിയോഡലൈറ്റ് എന്ന് പറയുന്ന ഉപകരണമാണ് അന്ന് ഉപയോഗിച്ചിരുന്നത്. അതുപോലെ സർവേ ഓഫ് ഇന്ത്യ ആരാണ്? നമ്മുടെ രാജ്യത്ത് ഭൂപടങ്ങൾ നിർമ്മിക്കുന്നതും പരിശോധിക്കുന്നതും പ്രസിദ്ധീകരിക്കുന്നതിനും ചുമതലപ്പെട്ട കേന്ദ്ര സർക്കാർ ഏജൻസിയാണ് സർവേ ഓഫ് ഇന്ത്യ. കൊൽക്കത്ത ആസ്ഥാനമാക്കിയാണ് സർവേ ഓഫ് ഇന്ത്യ. അപ്പോൾ ഭൂപടങ്ങൾ നിർമ്മിക്കുന്നു, പരിശോധിക്കുന്നു, പ്രസിദ്ധീകരിക്കുന്നു. ആരാണ്? സർവേ ഓഫ് ഇന്ത്യ ആണ്. അതുപോലെ നമ്മൾ ഏറ്റവും കൂടുതൽ അറിഞ്ഞു വെക്കേണ്ടതാണ് ഭൂപടങ്ങളിലെ നിറങ്ങളും ചിഹ്നങ്ങളും. നിറങ്ങളാണ് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പോൾ പച്ച നിറം, സസ്യജാലങ്ങൾ എല്ലാവർക്കും അറിയാം. പച്ച നിറമാണെങ്കിൽ നൈസർഗിക സസ്യജാലങ്ങളാണ്. മഞ്ഞ നിറമാണെങ്കിൽ മഞ്ഞൾ കൃഷി എന്നോർത്ത് വയ്ക്കാം. കൃഷിയിടങ്ങൾ, അത് നമുക്ക് ചിലപ്പോൾ കൺഫ്യൂസ്ഡ് ആവും. മഞ്ഞ നിറമാണെങ്കിൽ അത് കൃഷിയിടം, മഞ്ഞൾ കൃഷിയാണ്. ചുവപ്പാണെങ്കിൽ റോഡുകൾ, വീടുകൾ. റെഡാണ് വീട്, റോഡ്. ഓക്കെ, അപ്പോൾ റോഡ്, വീട്, റെഡാണ് ഓർത്ത് വയ്ക്കുക. റോഡ്, വീട് എന്താണ്? റെഡ് കളറാണ്, ചുവപ്പ് കളറാണ്. കറുപ്പാണ് നമ്മുടെ തീവണ്ടിപ്പാത, അക്ഷാംശരേഖകൾ, രേഖാംശരേഖകൾ, ടെലിഫോൺ ലൈനുകൾ.
ഒക്കെ കറുപ്പാണ്. തീവണ്ടിപ്പാത, അക്ഷാംശരേഖ, രേഖാംശരേഖ, ടെലിഫോൺ ലൈൻ അതൊക്കെ കറുപ്പാണ്. അപ്പോൾ നീലയാണെങ്കിൽ ജലാശയങ്ങളെ കാണിക്കാനാണ് നീല നിറം. തവിട്ടാണെങ്കിൽ പാറക്കൂട്ടങ്ങൾ, മണൽക്കൂനകൾ, കുന്നുകൾ, കോണ്ടൂർ രേഖകൾ അതൊക്കെ തവിട്ട് കളർ വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ പച്ച നൈസർഗിക സസ്യജാലമാണ്. മഞ്ഞയാണെങ്കിൽ മഞ്ഞൾ കൃഷിയിടമാണ്. ചുവപ്പാണെങ്കിൽ പാർപ്പിടം, റോഡ് വീട് നമ്മൾ പഠിച്ചു. റെഡ് റോഡ് വീട്. അതുപോലെ കറുപ്പാണെങ്കിൽ തീവണ്ടിപ്പാത, രേഖാംശ രേഖകൾ, അതുപോലെ ടെലിഫോൺ ലൈനുകൾ. നീലയാണെങ്കിൽ ജലാശയമാണ്. തവിട്ടാണെങ്കിൽ പാറക്കൂട്ടം, മണൽക്കൂന, കുന്നുകളൊക്കെയാണ്. പിന്നെ ഇവിടെ കാണിച്ചിട്ടുണ്ട് ടാർ ഇട്ട റോഡാണെങ്കിൽ 2 ചുമന്ന വരകളാണ്. തീവണ്ടിപ്പാത നമുക്ക് കണ്ടാൽ അറിയാം അല്ലേ എങ്ങനെയാണ്. അതുപോലെ അരുവിയാണെങ്കിൽ കാണിക്കുന്ന മുകളിൽ നിന്ന് താഴേക്കൊരു നീല ലൈനാണ്. നദിയാണെങ്കിൽ 2 കൈവഴികൾ വന്ന് കൂടിച്ചേരുന്ന രീതിയിൽ കാണിക്കുന്ന നീല ലൈൻസ് ആണ് കാണിക്കുന്നത്. ക്രിസ്ത്യൻ പള്ളി കുരിശുണ്ട്. ക്ഷേത്രമാണെങ്കിൽ ഒരു സാധാരണ രീതിയിലാണ്. മുസ്ലിം പള്ളിയാണെങ്കിൽ മുകളിലൊരു മകുടം പോലെയുണ്ട് അല്ലേ മുസ്ലിം പള്ളിയാണെങ്കിൽ. അതുപോലെ പാർപ്പിടങ്ങൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. റെഡ് കളറാണ് അല്ലേ പാർപ്പിടം കാണിച്ചിട്ടുണ്ട്. പോസ്റ്റ് ഓഫീസ് ആണെങ്കിൽ PO. കിണറാണെങ്കിൽ ബ്ലൂ കളറിലെ ജലാശയം അല്ലേ, ബ്ലൂ കളറിലെ ഒരു വട്ടമാണ്. പോലീസ് സ്റ്റേഷൻ ആണെങ്കിൽ PS ആണ്. കോട്ട കാണിച്ചിട്ടുണ്ട്. പാലം, കുളം, അതുപോലെ കുഴൽക്കിണറാണെങ്കിൽ ട്രയാങ്കിൾ ബ്ലൂ ഷേപ്ഡ് ആണ് കേട്ടോ. ശവപ്പറമ്പാണെങ്കിൽ ഇങ്ങനെ ഒരു പോലെയാണ് ശവപ്പറമ്പ് കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു സിമ്പിൾസ് ഏകദേശം ഒന്ന് അറിഞ്ഞു വെച്ചാൽ മതി, എന്നാൽ നിറങ്ങൾ കൂടുതൽ അറിഞ്ഞു വെക്കാം. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ ഇത്രയും കാര്യങ്ങളാണ് ഏറ്റവും ബേസിക് ആയിട്ട് പറയുന്നത്. നമ്മൾ PSCക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ മാത്രമാണ് കേട്ടോ നോക്കുന്നത്. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കൂടി ഷെയർ ചെയ്യുക. അപ്പോൾ ഇതിന് മുമ്പത്തെ ക്ലാസ്സുകളിൽ മറക്കാതെ കണ്ടുപോവുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ മറ്റൊരു ചാപ്റ്ററുമായിട്ട് കാണാം. താങ്ക്